ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും STP മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാരനാണ്, ചെറിയ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാറിലേക്ക് ആവശ്യമായ സബ്വൂഫർ, ഒരു ബാസ് ട്യൂബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ചെലവിൽ അങ്ങനെ ചെയ്യാം എന്നാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബാസ് ട്യൂബ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ബാസ് ട്യൂബിന് വേണ്ടിയുള്ള ഒരു ട്യൂബ്. ഇത് മാർക്കറ്റിൽ വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്നതാണ്, ഏകദേശം 500 രൂപ ലെവലിൽ കിട്ടുന്നതാണ് സാധനം. പിന്നെ അതൊരു സബ്വൂഫർ, ഒരു 8 ഇഞ്ച് സബ്വൂഫറാണത്. ഒരു 8 ഇഞ്ച് സബ്വൂഫർ, സാധാ സബ്വൂഫർ. നമുക്കൊരു മാർക്കറ്റിൽ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന സബ്വൂഫർ, ഏകദേശം 900 രൂപയുള്ളൂ ഈ സബ്വൂഫറിന്. പിന്നെ വേണ്ടത് ഇതാണ് ഓഡിയക്സ് എന്ന കമ്പനിയുടെ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ. ഇൻബിൽഡ് ആണ്, എന്താ പറയുക, ആക്റ്റീവ് സബ്വൂഫറിന് വേണ്ടിയുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ബാസ് ട്യൂബിൽ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ ബോക്സോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് ഒരു നെറ്റ്, നമുക്ക് ഈ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നെറ്റ്, ഇത്രയാണ് വേണ്ടത്. പിന്നെ കുറച്ച് സ്ക്രൂസ് ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സബ്വൂഫർ എന്നുള്ള ഈ ട്യൂബിൽ ഓൾറെഡി നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇവിടെ ഹോള്, വൂഫർ സെറ്റ് ചെയ്യാനുള്ള ഹോൾ ഉണ്ടാവും. ബാക്ക് സൈഡിൽ വേറെ ഒരു എയർ ഹോൾ ഉണ്ടാവും. ഈ ഹോൾ ഞാൻ എക്സ്ട്രാ ഇട്ടത് നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഹോളാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഹോൾ ഉണ്ടാവില്ല, ഇത് വാങ്ങുന്ന നമുക്ക് ഹോൾ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ആംപ്ലിഫയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹോൾ ഇട്ടതാണ്. അപ്പൊ നമുക്ക് നേരെ വർക്കിലേക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ആംപ്ലിഫയറിന് ഈ ബോർഡ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകണം. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഹോളിൽ ഇത് എങ്ങനെ വയ്ക്കാം, 4 സ്ക്രൂ ചെയ്യാം, അത്രേ ഉള്ളൂ കാര്യം. വയ്ക്കാം 4 6 സ്ക്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ക്രൂ ഇതിൽ വയ്ക്കുന്നുള്ളൂ. ഒരു 2 സ്ക്രൂ വയ്ക്കാം. സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് ഇവിടെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് സബ്വൂഫർ ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. സബ്വൂഫർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ തിരിച്ചു വെച്ചു. നമുക്ക് സബ്വൂഫർ വയർ ഇതിലേക്ക് സോൾഡ് ചെയ്തേക്കണം. ഇതാണ് നമ്മൾ സബ്വൂഫർ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ വയറിനൊന്നും വേറെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ വയർ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സോൾഡ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ്, റെഡ് പോസിറ്റീവ് ബ്ലാക്ക് നെഗറ്റീവ് ആണ്, അത് രണ്ടും മാറാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളിതിവിടെ സോൾഡ് ചെയ്ത് വെക്കുകയാണ്. നമ്മളത് പോസിറ്റീവ് സോൾഡ് ചെയ്തു, അടുത്തത് നെഗറ്റീവ് നമ്മൾ സോൾഡ് ചെയ്ത് വെക്കുകയാണ്. സോൾഡ് ചെയ്തു. ഇനി നമുക്ക് സബ്വൂഫർ ഇതിൽ ഫിക്സ് ചെയ്യാം. 4 സ്ക്രൂ ആണ് ചെയ്യാനുള്ളത്. 4 സ്ക്രൂ ചെയ്യാം. നമ്മുടെ സബ്വൂഫർ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ നെറ്റാണ് സ്ക്രൂ ചെയ്യാനുള്ളത്. ഈ നെറ്റ് നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് വെക്കാം. 4 സ്ക്രൂ ചെയ്യാനുള്ളൂ. എല്ലാ സ്ക്രൂ വയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഓൺ ചെയ്യുന്ന സമയത്ത് ചിലമ്പല് വരും. അപ്പൊ എന്തായാലും നമ്മൾ വൂഫറിനും നെറ്റിനും എല്ലാ സ്ക്രൂവും വെച്ച് നല്ല ടൈറ്റ് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ വൂഫർ ഓൺ ചെയ്യുന്ന സമയത്ത് സൗണ്ടുകൾ ചിലമ്പെന്ന സൗണ്ടൊക്കെ വരും. അപ്പോൾ നെറ്റും സ്ക്രൂ ചെയ്ത് വെച്ചു. അപ്പൊ നമ്മുടെ ബാസ് ട്യൂബിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മളിത് കണ്ടില്ലേ, ഇപ്പൊ ഇത് ഈ ഭാഗത്ത് നമ്മൾ വൂഫർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പുറത്തെ സൈഡില് ആംപ്ലിഫയർ സെറ്റ് ചെയ്തു, എയർപോർട്ട് പടിയിട്ടു. അപ്പൊ നമ്മളിനി ഇത് ചെയ്യാൻ പോകുന്നത് നേരെ കാറിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഈ വണ്ടിയിലാണ് ഈ സബ്വൂഫർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സബ്വൂഫർ നമ്മൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാണ്. ഓൾറെഡി നമ്മളിതിൽ സ്പീക്കർ ഉണ്ട്. നമ്മളിതിൽ സബ്വൂഫർ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വയറിംഗ് പോർട്ട്. ഗ്രൗണ്ട് 12 വാൾട്ട് പ്ലസ് റിമോട്ട്. ഈ റിമോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സ്റ്റീരിയോയുടെ ഇന്നും വരുന്ന സിഗ്നൽ ലൈനാണ് ഈ റിമോട്ട്. അപ്പോൾ മൊത്തം 3 ലൈൻ വരുന്നുണ്ട്. 3 ലൈനാണ് നമുക്ക്. അപ്പോൾ 3 ലൈനാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് 3 ലൈൻ കൊടുക്കാം. ഇത് നമുക്ക് ഇൻപുട്ട്, ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടാണിത്. അപ്പോൾ നമുക്കിതിന് വയറിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്വൂഫർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സബ്വൂഫർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ 2 കൺട്രോളുകളുണ്ട്. ഒരെണ്ണം സബ്വൂഫറിന്റെ ഫ്രീക്വൻസിയെ കൺട്രോൾ ചെയ്യാനുള്ളത്, ഒരെണ്ണം വോളിയം കൺട്രോൾ ചെയ്യാനുള്ളത്. അങ്ങനെ 2 കൺട്രോളുകളാണ് ഇതിലുള്ളത്. ഒരു ക്രോസ് ഓവർ സ്വിച്ച് ഉണ്ട്. ഈ ക്രോസ് ഓവർ സ്വിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ റേഞ്ച് സ്പീക്കറായിട്ട്, സാധാ സ്പീക്കറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ ഇപ്പോൾ സാധാ സ്പീക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാധാ സ്പീക്കറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഇനി നമുക്ക് സബ്വൂഫർ മാറ്റാം. നമ്മൾ വണ്ടിയിൽ സബ്വൂഫർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാസ് ട്യൂബ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.